ഹായ്, ഇന്ന് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് 3 പ്രൊമോ, അതായത് ഇന്നത്തെ എപ്പിസോഡിന്റെ 3 പ്രൊമോ ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിട്ടുണ്ട്. 3 പ്രൊമോയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇപ്രാവശ്യം ഒരു ഫണ്ണായിട്ടാണ് ലാലേട്ടൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ബിഗ് ബോസ് തീരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഫണ്ണായിട്ട് കാണാൻ തന്നെയാണ് ലാലേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ പ്രൊമോയിൽ നിന്നും അത് വ്യക്തവുമാണ്. പ്രൊമോയുടെ അവസാനം നെവിനോട് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് എന്ന്. നെവിന് ഉത്തരം അറിയില്ല. നെവിൻ കോ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നു, എന്താണ് ആൻസർ പറഞ്ഞതാ എന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നു നെടുമുടി എന്ന്. നെവിൻ ഒന്നും നോക്കിയില്ല, ലാലേട്ടനോട് പറയുന്നു നെടുമുടി ലാലേട്ട എന്ന്. എല്ലാവരും ചിരിക്കുന്നു. അതായത് ഷാനവാസ് കൃത്യമായി അവിടെ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഒരാളുടെ ഉള്ളിലുള്ള ഹ്യൂമർ സെൻസ്. തീർച്ചയായും ഷാനവാസ് വളരെ മികച്ച ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം 2 ദിവസമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ത് രസമാണ്. അദ്ദേഹം സംസാരിക്കുന്ന രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഓരോ കൗണ്ടറുകളും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ലൈവ് കാണുമ്പോൾ അത്രയ്ക്കും രസമാണ്. സാധാരണ നമുക്ക് ലൈവ് കാണുമ്പോൾ ബോറടിക്കാറുണ്ട്, പക്ഷെ ഷാനവാസ് സംസാരിക്കുമ്പോൾ ഒരിക്കലും ബോറടിക്കില്ല. അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. എന്ത് രസമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഷാനവാസിന് ബിഗ് ബോസ് ഗെയിം എന്താണ് എന്നൊന്നും അറിയില്ല. അദ്ദേഹം ബിഗ് ബോസ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പല സംഭവങ്ങളിലും അദ്ദേഹത്തിന് പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന രീതി, അദ്ദേഹത്തിന്റെ കൗണ്ടറുകൾ എല്ലാം ഗംഭീരമാണ്, നമ്മളെ ചിരിപ്പിക്കും. ഇന്നലത്തെ എപ്പിസോഡും ലൈവും എല്ലാം തൂക്കിയത് ആരാണ്? വിഷയം അനുമോൾ അനീഷ് വിഷയമാണെങ്കിലും അവിടെ എപ്പിസോഡും ലൈവും എല്ലാം തൂക്കിയത് ഷാനവാസ് തന്നെയാണ്. ഷാനവാസിന്റെ കൗണ്ടറുകൾ തന്നെയാണ് നമ്മളെ ചിരിപ്പിച്ചത്. അനീഷ് അനുമോൾക്കെതിരെ ഒരു പണി കൊടുക്കാൻ നോക്കി. അതായത് അവസാനമാണ് ഇപ്പോൾ അനുമോളെ നെഗറ്റീവ് ആക്കാം എന്നുള്ള ചിന്തയിൽ അനീഷ് ഒരു പണി ഒപ്പിച്ചു. അതിലൂടെ സംഭവിച്ച കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് നെഗറ്റീവായി എന്നുള്ളതാണ്. ഇവിടെ കണ്ടന്റ് വന്നത് അനീഷ് അനുമോൾ ഇവരിലൂടെയാണ് കണ്ടന്റ് വന്നത് എങ്കിലും എപ്പിസോഡ് നോക്കിയത് ഷാനവാസാണ്. ഷാനവാസ് അവിടെ സംസാരിച്ച രീതി വേറെ ലെവലായിരുന്നു. ഒരു രക്ഷയില്ലാത്ത കൗണ്ടറുകൾ, അത്രയ്ക്കും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് ഗംഭീരമായിട്ടാണ് ഷാനവാസ് ഓരോ കാര്യങ്ങളും അവിടെ പ്രസന്റ് ചെയ്യുന്നത്. മറ്റുള്ളവർ പറയുന്ന ഓരോ കാര്യങ്ങളെയും ഷാനവാസ് കൗണ്ടർ ചെയ്യുന്ന രീതി എന്ത് രസമാണ്. ഇന്നത്തെ എപ്പിസോഡിലും അത്തരം വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രൊമോ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഷാനവാസ് ഇപ്പോൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷാനവാസിനിപ്പോൾ നല്ല രീതിയിൽ ഫാൻ ബേസ് ഉയർന്നിട്ടുണ്ട്. അവസാന ആഴ്ച ഇനി വരാൻ പോകുന്നു. പല യൂട്യൂബ് പോളുകളിലും വലിയ കള്ളക്കളി നടക്കുന്നുണ്ട്. അതെന്താണ് എന്ന് കൃത്യമായി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഷാനവാസിന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ടുകൾ പാഴാക്കാതെ കൃത്യമായി വോട്ട് ചെയ്യുക. മറ്റുള്ളവരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിക്കുക. എന്തായാലും ഷാനവാസിനെ നമ്മൾക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അദ്ദേഹം റിയലാണ്, റിയലായി നിന്ന് കളിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തമാശകൾ അത് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് താനേ വരുന്നതാണ്. മറ്റുള്ള പല ആൾക്കാരും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നാടകമാണ്, പ്രേക്ഷകരെ പറ്റിക്കാനുള്ള അടവുകളാണ്. പക്ഷെ ഇവിടെ റിയലായി സംഭവിക്കുന്നതാണ് പല കാര്യങ്ങളും. ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് നന്നായി നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യുന്നു? പല പോളുകളിലും ഷാനവാസ് അനുമോളെക്കാളും അനീഷിനേക്കാളും താഴെയാണല്ലോ. പിന്നെ എന്തുകൊണ്ട് ഷാനവാസിനെ ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് യൂട്യൂബ് പോളുകൾ മാത്രമാണ്. അവർക്ക് കൃത്യമായി അറിയാം ഹോട്ട്സ്റ്റാറിൽ എങ്ങനെയാണ് വോട്ട് വരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷാനവാസിനെതിരെ വൻ ഡീഗ്രേഡിംഗ് നടക്കുന്നത്. ആരും ചതിക്കുഴിയിൽ പെട്ടുപോകരുത്. നിങ്ങൾക്ക് ഷാനവാസിന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഷാനവാസിന് വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. യൂട്യൂബിലെ കള്ളക്കളി എന്താണ് എന്ന് കൃത്യമായി അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.